നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ വള്ളമൊക്കെ പണിക്ക് പോകുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപകാരപ്പെടുമേ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ജൂലൈ 30-ാം തീയതിയൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ തമിഴ്നാട് വള്ളക്കാരായിരുന്നാലും നമ്മുടെ വിഴിഞ്ഞ വള്ളമായിരുന്നാലുമേ ഒരുപാട് വള്ളക്കാരൊന്നും പണിക്ക് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ജൂലൈ 31-ാം തീയതി പണിക്ക് പോയ വള്ളക്കാർക്ക് അത്യാവശ്യം കല്ലങ്കണവ, അതുപോലെ ചതക്കണവ, സൂചിക്കണവ, പിന്നെ വള്ളക്കാർക്ക് മായക്ക പണിക്ക് നവരമീന്, പട്ടക്കണ്ണി, അതുപോലെ ചെറിയ സൈസ് അയില, അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തമിഴ്നാട് വള്ളക്കാരാണ്. തോണ്ടിക്കണവയാണ് കേട്ടോ ഇവരെടുത്തോണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വിഴിഞ്ഞ വള്ളമാണ് ഇപ്പൊ വന്നത്. അപ്പൊ വരുന്ന വള്ളക്കാർക്ക് ഒരു കുട്ട, ഒന്നര കുട്ട, അങ്ങനെ തോണ്ടിക്കണവൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ പയർ വള്ളമാണ്. അപ്പൊ ആൾക്കാർ കുറവായിരിക്കും കേട്ടോ ഇതിൽ. പക്ഷെ വലിയ വെള്ളത്തിലൊക്കെ പോകുന്നവർക്ക് ഒരു കുട്ട, രണ്ട് കുട്ട തോണ്ടിക്കണവൊക്കെ വരുന്നുണ്ട്. ലേലവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നവരമീൻ കൊണ്ടുപോകുന്നുണ്ട്. നവരമീന്റെ ലേലം എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക് കേട്ടോ. ലേലം നടക്കുകയാണ്. ഓരോ വള്ളക്കാർ കിട്ടുന്ന കണവ ഇതുപോലെ ഇട്ടിട്ടാണ് ലേലമൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കമ്പനിക്കാരുടെ ഒരു സെക്ഷനാണ് വരുന്നത്. ഇങ്ങോട്ടാണ് നമ്മുടെ മീനുകളുടെ ഒരു സെക്ഷൻ വരുന്നത്. ഈ പരിസരത്താണ് കേട്ടോ മീനിന്റെ ലേലവിളിയൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ഒരു സീസൺ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അതായത് ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നെത്തോലി മീന്, കുറച്ച് ഏത് മീനാണ്, കൊഴിയാളൻ, ഇത് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്രാവശ്യത്തെ സീസണിന്റെ ഒരു വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു വരവ് തന്നെയാണ് കേട്ടോ. സാധാരണ ഓരോ സീസണൊക്കെ ഓരോ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ പല ആഗ്രഹങ്ങളും നേടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ് ഒരു സീസൺ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ സീസൺ എന്താണെന്ന് അറിയില്ല, ഒരു രക്ഷയുമില്ലാത്തൊരു സംഭവം തന്നെയാണ്. ഈ കൊഴിയാളയും അതുപോലെ ഈ നെത്തോലി മീനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തട്ടുമടിക്കാർക്ക് വരുന്നതാണ്. ബാക്കി ചൂണ്ടപ്പണിക്ക് പോകുന്നതും അതുപോലെ ഈ റോള് വല, എക്സ വല, വലിയ വല, ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയം തന്നെയാണ്. ഇവർക്ക് രണ്ടു കുട്ടയിലുണ്ട് കേട്ടോ. നേരത്തേക്കമ്മേ ഒരു കുട്ട ചെറിയ സൈസ് അയിലേക്ക് ഏകദേശം 4500 മുതൽ 5000 വരെ പോയിട്ടുണ്ടായിരുന്നേ. കടപ്പുറ വിലയാണ് കേട്ടോ. അതുപോലെ നവരയ്ക്ക് വന്നിട്ട് ഏകദേശം ഒരു 6000 വരെ പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കണവ പണിക്ക് പോയവരാണ്. കണവ പണിക്ക് പോയിട്ട് കണവ കിട്ടാത്ത വശമാണ് ഇവർ കരസേനൊക്കെ പോയിട്ട് ഇതുപോലെ നവരയും ചെറിയ സൈസ് അയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ജൂലൈ 31-ാം തീയതി പറയാൻ പറ്റത്തില്ല. സമയം താമസിച്ച് വരുന്ന കൂട്ടുകാർക്ക് ചിലപ്പോൾ തട്ടുമടിക്കാർക്ക് ചിലപ്പോൾ കൊഴിയാള മീൻ വൈകുന്നേരം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുമേ. അപ്പം നവരയും അയിലയും, അതൊക്കെ വട്ടക്കണ്ണി, ഇതൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ.